വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഒടുവിലെ പത്മകുമാർ ഹാജരായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ SIT സംഘം ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തത് പത്മകുമാർ എന്ന മൊഴി. കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടു. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. തിങ്കളാഴ്ച വരെ സ്പോട്ട് ബുക്കിംഗ് 5000 കുറച്ചു. പരമാവധി 5 മണിക്കൂറിനുള്ളിൽ ദർശനം സാധ്യമാക്കുന്ന രീതിയിൽ ക്രമീകരണം. ബീഹാറിൽ വീണ്ടും നിതീഷ് യുഗം. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു സമ്രാട് ചൌധരി. ഉപമുഖ്യമന്ത്രി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയെ ഉടൻ അറിയാം. സെലിബ്രിറ്റി മേയർ സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്ന സൂചന. പ്രാദേശിക നേതൃത്വത്തെ പരിഗണിക്കാൻ തീരുമാനം. തൃശൂരിൽ കോൺഗ്രസ് പൊളിറ്റിക്കൽ സ്ട്രൈക്ക്. അടാട്ട് പഞ്ചായത്ത് പിടിക്കാൻ മുൻ MLA അനിൽ അക്കരെ. 15ാം വാർഡിൽ അനിൽ അക്കരെ സ്ഥാനാർത്ഥിയാകും. എറണാകുളം പിറവത്ത് വാഹനാപകടത്തിൽ യുവതി മരിച്ചു. അപകടം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച്. അപകടമുണ്ടായത് പിറവം ജംഗ്ഷനിൽ ഇന്നലെ രാത്രിയിൽ. തിരുവനന്തപുരം പാറ്റൂരിൽ മദ്യപിച്ച് വാഹനമോടിച്ച് 5 പേരെ ഇടിച്ചിട്ടയാൾ കസ്റ്റഡിയിൽ. കറുകുറ്റിയിലും കൊടകരയിലും വാഹനാപകടം. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന. കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടുകൾ. ഗൂഗിൾ പേ വഴി ഉദ്യോഗസ്ഥരുടെയും ക്ലർക്കുമാരുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തിയതായി കണ്ടെത്തൽ. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പേരിൽ പരിശോധന. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ SIT സംഘം ചോദ്യം ചെയ്യുന്നു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തത് പത്മകുമാർ ആണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴി. രജീഷ് നരിക്കുനിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, ഈ കുറച്ചധികം ദിവസങ്ങളായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ പത്മകുമാർ ഹാജരാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പത്മകുമാർ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എവിടെയാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കാനുള്ള സാധ്യത അതുണ്ടോ? ആണി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 10:30 ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് പത്മകുമാർ എത്തുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് മിനിസ്റ്ററുകളും ഇതുമായി ബന്ധപ്പെട്ട അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിയായിരിക്കും ചോദ്യങ്ങൾ ഉയർത്തുക. കൂടാതെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട N വാസുവിനെ ഇന്ന് 4 മണി വരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ 2 പേരെയും ഒരുമിച്ച് എത്തിയിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടിയിലേക്കും കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസമായി എന്തുകൊണ്ട് പത്മകുമാറിനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത് തന്നെ കൃത്യമായി നടപടിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. തെളിവുകളടക്കം കൃത്യമായി ശേഖരിക്കുന്ന ഒരു കാലതാമസമായിരുന്നു എത്തിയിരുന്നത്. കൂടാതെ തന്നെ 2 തവണ പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല. ഒടുവിൽ ഇന്ന് നിർബന്ധമായും ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പത്മകുമാർ ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് എത്തിയത്. 10:30 എത്തി. അവിടെ വെച്ചാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ പത്മകുമാറിന് സ്വർണ്ണക്കൊള്ളയും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൃത്യമായ പങ്കുണ്ട് എന്ന വിവരം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായി ഒത്താശ ചെയ്തത്, അതായത് ശബരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കുള്ള ഒത്താശ ചെയ്തു കൊടുത്തത് പത്മകുമാറുമാണെന്ന ഒരു വിലയിരുത്തൽ SIT സംഘത്തിനുണ്ട്. പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക
സാമ്പത്തിക ഇടപാട് ഉള്ളതായും SITക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാകുക. കൂടാതെ തന്നെ ബാസുവിനെയും ഇത്തരത്തിൽ ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കും കടക്കാൻ സാധ്യതയുണ്ട്. പറയുന്ന മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ, നേരത്തെ വാസു നൽകിയ മൊഴിയും ഒപ്പം തന്നെ പത്മകുമാറിന് ഇന്ന് ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന മൊഴിയും തമ്മിൽ ഒത്തുനോക്കും. വൈരുദ്ധ്യമുണ്ടെങ്കിൽ ഒരുമിച്ചെത്തി അടക്കം ചോദ്യം ചെയ്യും. അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ SIT സംഘത്തിന് വ്യക്തമാകും. ഇതിനോടൊപ്പം തന്നെ പല തെളിവുകളും പത്മകുമാറിനെതിരെയുള്ള പല തെളിവുകളും SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതടക്കം മുൻനിർത്തിയുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് പത്മകുമാറിന് എതിരെ ഉയരുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നുണ്ട്. അത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ തന്നെയാണ്. നേരത്തെ തന്നെ CPM നേതാവും ഒപ്പം തന്നെ മുൻ പ്രസിഡന്റുമാരൻ ബാസുവിനെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന നടപടിയിലേക്ക് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അതിനു പുറമെ പത്മകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി കൃത്യമായി ട്രാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പത്മകുമാറിന്റെ ചോദ്യം ചെയ്തതിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഏറെ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെ നിന്നും സ്വർണ്ണപ്പാളി എടുത്തു കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പത്മകുമാറായിരുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഈ ചോദ്യം ചെയ്യലിൽ വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യലാണ് തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പഴകുളം മധു കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പഴകുളം മധു, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ ദിവസവും പ്രതിപട്ടിക നീളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നതരിലേക്ക് അടക്കം ഈ അന്വേഷണം നീളുമെന്നൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ പത്മകുമാർ ഹാജരായിട്ടുണ്ട്. കുറച്ചധികം നാളുകളായി നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു അന്വേഷണ സംഘം. ഒരു അറസ്റ്റിലേക്കൊക്കെ കടക്കാനുള്ള ഒരു സാധ്യതയും തുറന്നു വരികയാണ്. ഇത് പത്മകുമാറിൽ തീരില്ല. N വാസുവിന്റെ അറസ്റ്റോട് കൂടി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികളിലോ ഒന്നോ രണ്ടോ പാർട്ടി നേതാക്കന്മാരിലോ ഒതുങ്ങുന്ന ഒരു ഇടപാടല്ല. ഇത് കേരളത്തിലെ CPM പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടി നടന്ന ഒരു കൊള്ളയാണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പത്മകുമാർ ഈ കേസിൽ ഒരു പ്രതിയാണ്. പത്മകുമാറിന്റെ കാലത്താണ് ഇടപാട് നടന്നത്. അദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ N വാസുവിന്റെ കാലത്ത് നടന്ന ഇടപാടിൽ വാസുവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഇവർക്കെല്ലാം ഇതിൽ നല്ല പങ്കുണ്ടെന്നുള്ളത് വ്യക്തമായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല. ഇതിനേക്കാൾ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പുറത്തു വരാൻ പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണം എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് അന്തിമ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് AKJ സെന്ററിൽ പ്രവർത്തിക്കുന്ന CPMന്റെ ദേവസ്വം ഫ്രാക്ഷൻ കമ്മിറ്റിയാണ്. തിരുവനന്തപുരത്തെ AKJ സെന്ററിൽ ആ ഫ്രാക്ഷൻ കമ്മിറ്റിയിൽ നിശ്ചയമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ദേവസ്വം സ്ഥാപനങ്ങളെ ഭരിക്കുന്ന ദേവസ്വം മന്ത്രി ഉണ്ട്. CPMന്റെ മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അപ്പോ ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ലെന്ന് ഇപ്പൊ തെളിവായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് അതിൽ പങ്കുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ശബരിമല ക്ഷേത്രത്തിൽ നടത്തുന്ന ഇടപാടുകളിൽ ഇത്ര ഭീമമായ കോടാനുകോടിയുടെ സ്വർണ്ണക്കൊള്ള നടത്തുന്ന ഇടപാടിൽ അവർ ഈ പാവങ്ങൾ ഒന്നോ രണ്ടോ പേർ ഒറ്റയ്ക്കെടുക്കാൻ കഴിയില്ല. ദേവസ്വം ഫ്രാക്ഷന് ഇതിൽ പങ്കുണ്ട്, അവർക്ക് അറിവുണ്ട്. ദേവസ്വം ഫ്രാക്ഷൻ കമ്മിറ്റിയിൽ ചർച്ച നടന്നിട്ടുണ്ട്. ആ ഫ്രാക്ഷൻ കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ട് എന്നാണ് സംസ്ഥാന CPM കമ്മിറ്റിയുടെ സെക്രട്ടറി ഇപ്പോ വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം അത് വ്യക്തമാക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇതിൽ ആരെല്ലാം ഇനി പിടിക്കാൻ പോകുന്നു? മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ മാത്രം പ്രതിപട്ടികയിൽ കൊണ്ടുവന്ന് അവരിൽ മാത്രം ഈ കേസ് ഒതുക്കാൻ കഴിയില്ല. ദേവസ്വം ഫ്രാക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേവസ്വം വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാരും CPMന്റെ സംസ്ഥാന സെക്രട്ടറിമാരും അടക്കമുള്ള നേതാക്കന്മാർക്കെല്ലാം ഇതിൽ പങ്കുണ്ടാകണം. അറിവുണ്ട് എന്നുള്ളത് വ്യക്തം. അല്ലാതെ ഏതെങ്കിലും ഒരു CPMകാരന്, ഒരു നേതാവ്, ഒരു മന്ത്രി കേരളത്തിൽ CPMന്റേതായിട്ട് വന്നാൽ ആ മന്ത്രിക്ക് ആ വകുപ്പിൽ ഒന്നും സ്വതന്ത്രമായി ചെയ്യാൻ കഴിയില്ല, വ്യക്തിപരമായി ചെയ്യാൻ കഴിയില്ല. ഏത് ചെറിയ കാര്യം ചെയ്യണമെങ്കിലും CPMന്റെ ഉന്നത നേതൃത്വം ഇടപെടുന്ന ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഫ്രാക്ഷൻ കമ്മിറ്റി അറിയാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഇപ്പൊ വ്യക്തമാക്കേണ്ടത് ആ ഫ്രാക്ഷൻ കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ടായിരുന്നു, അവരെല്ലാം ചർച്ച നടത്തിയിട്ടാണല്ലോ ഈ തീരുമാനം എടുക്കുന്നത്. അപ്പൊ അവരെല്ലാം പ്രതിപട്ടിയിലേക്ക് വരണം, മന്ത്രിമാർ വരണം. ഇപ്പൊ ഈ ഏറ്റവും അവസാനം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനെ എന്താ പ്രതിയാക്കാത്തത്? എന്താ ചോദ്യം ചെയ്യുക? എന്തിനാണ് ഈ കാലവിളംബം? ഒരാഴ്ച പിന്നിടുമ്പോൾ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, പിന്നീട് ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത ആളെ വിളിക്കുന്നു. ഇങ്ങനെ ഇട്ട് താമസിപ്പിച്ച് ഈ കേസ് വലിച്ചിഴച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല.
പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ അറസ്റ്റിലാകാൻ പോകുന്നത് ദേവസ്വം മന്ത്രിമാരാണ്. ദേവസ്വം മന്ത്രിമാർക്ക് ഇതിൽ പങ്കുണ്ട്. അവരാണ് ഈ കൊള്ളയുടെ ഏറ്റവും ഉയരത്തിൽ നിന്നുകൊണ്ട് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തതും ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയിട്ടുള്ളതും ദേവസ്വം വകുപ്പിന്റെ മന്ത്രിമാരാണ്. കേരളത്തിലെ CPM പാർട്ടി കഴിഞ്ഞ 10 വർഷമായി നടത്തുന്ന അഴിമതിക്കും പകൽക്കൊള്ളയ്ക്കും ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ശബരിമല അയ്യപ്പനാണ് ഇത് വെളിയിൽ കൊണ്ടുവന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഇത് വെളിയിൽ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഇത് തേച്ചു മാറ്റി കളയുമായിരുന്നു. CPM പാർട്ടി എല്ലാ കാലത്തും പറഞ്ഞ പോലെ വരട്ട് തത്വവാദം പറഞ്ഞ് അവരുടെ പാർട്ടി നേതാക്കന്മാർ അഴിമതി കാണിക്കില്ല, അവരുടെ പാർട്ടിക്കാരാണെങ്കിൽ അവർ അഴിമതി കാണിക്കില്ല, ക്രമക്കേട് കാണിക്കില്ല എന്നെല്ലാം ഉള്ള സ്ഥിരം പല്ലവികൾ പറഞ്ഞ് ഈ കേസും തേച്ചു മാറ്റി കളയാൻ ഇവർക്ക് കഴിയുമായിരുന്നു. അയ്യപ്പന്റെ അനുഗ്രഹം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ, ഈ 2 കാരണം കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇപ്പോൾ വെളിയിൽ വന്നത്. അതുകൊണ്ട് CPM-ന്റെ സമുന്നതന്മാരായ നേതാക്കന്മാർ ആരെല്ലാം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ CPM പാർട്ടി തുറന്നു പറയണം, വെളിച്ചത്ത് കൊണ്ടുവരണം, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. വാസുവിനെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല. എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? 30 കിലോ സ്വർണം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും കൊള്ളയടിച്ചു കൊണ്ടുപോയ വാസുവിനെ പുറത്താക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ തുറന്ന് ജനങ്ങളോട് പറയണം. അതാണ് CPM പാർട്ടി ചെയ്യേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ ഇവരെ വെറുതെ വിടില്ല. ഇപ്പൊ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനകീയ വിചാരണയിൽ ഈ കള്ളന്മാരെ, ഈ അഴിമതിക്കൂട്ടങ്ങളെ, ഈ ദുഷിച്ചു നാറിയ ഭരണ സംവിധാനത്തെ ആട്ടിപ്പുറത്താക്കുന്ന ഒരു ജനവിധിയായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ കൃത്യമായ രീതിയിൽ തന്നെയാണ് അന്വേഷണമൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇല്ല, ഒരു കാരണവശാലും ശരിയായ ദിശയിലല്ല. അന്വേഷണം കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ട് ഇവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ, ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർ എത്ര കാലതാമസമാണ് ഇതിന്? എന്തിനാണ് പത്മകുമാറിനെ വിളിക്കാൻ ഇതുവരെ താമസിച്ചത്? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അയാൾക്ക് ഇതിൽ പങ്കുണ്ടാകും. ഇത് ഈ അറസ്റ്റൊന്നും ഇവിടെ നിന്ന് നിൽക്കുന്നില്ല. അന്വേഷണം ശരിയായ ദിശയിലല്ല. കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ വാസുവും പത്മകുമാറിനും എല്ലാം വലിയ ഹരിചന്ദ്രന്മാരായി മാറുമായിരുന്നു. ഇവരുടെ നേതാക്കന്മാരെല്ലാം അത് പുരപ്പുറത്ത് കയറി എന്ന് വിളിച്ചു പറയുമായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിലെല്ലാം കാര്യങ്ങൾ വ്യക്തമാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയത് ഇവരാണ്. ഇവർ മോഷ്ടാക്കളാണ്, കൊള്ളക്കാരാണ്. ഈ ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാരെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ള പാവങ്ങളുടെ സാധുക്കളുമായിട്ടുള്ള ഭക്തലക്ഷങ്ങൾ നൽകിയ അയ്യപ്പന് സമർപ്പിച്ച, ഭഗവാന് സമർപ്പിച്ച ഈ സമർപ്പിതമായിട്ടുള്ള ഈ സ്വർണം ഇതെല്ലാം ഈ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഇവർ തയ്യാറായതിന്റെ അർത്ഥം എന്താണ്? ഇവർക്ക് പറ്റിയില്ല. ഇവർ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ദൈവമായിട്ട് അവർ കണക്കാക്കുന്നില്ല. ഇവരുടെ മന്ത്രിമാർ ശബരിമലയിൽ പോയി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോലെ അയ്യപ്പനെ വിളിക്കുകയല്ലേ? ഇവർ പോയി കയ്യും കെട്ടി നിൽക്കുകയല്ലേ? അയ്യപ്പ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോകുന്ന, ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോകുന്ന, തൊഴാൻ പോലും തയ്യാറാകാത്ത, ഭക്തിയില്ലാത്ത, വിശ്വാസമില്ലാത്ത, ദൈവത്തെ അംഗീകരിക്കാത്ത ഈ കപട കമ്മ്യൂണിസ്റ്റുകൾ യവന്മാരെന്തിനാണ് ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുന്നത്? കൊള്ളയടിക്കാൻ വേണ്ടിയാണെന്ന് ഇപ്പൊ വ്യക്തമായിരിക്കുകയാണ്. ഇവരുടെ ഭരണകാലത്ത് മുഴുവൻ നിരവധി കൊള്ളകൾ ഇതുപോലെ നടന്നു കാണും. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ചെയ്തികളും പരിശോധിക്കണം. ആഗോള അയ്യപ്പ സംഘം നടത്തിയ എന്തിനാ? കൊള്ളയടിക്കാൻ വേണ്ടി. എത്ര കോടി അടിച്ചുകൊണ്ട് പോയത്? 635 പേർക്ക് ഊണ് കൊടുക്കാൻ വേണ്ടി എത്ര കോടി അവർ അടിച്ചു മാറ്റി. ഇവർ നീചന്മാരാണ്, ഇവർ കാട്ടുകള്ളന്മാരാണ്, പകൽ കൊള്ളക്കാരാണ്. ആ കൊള്ള സംഘത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഇന്നത്തെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനെല്ലാം ഗുണം, പങ്ക് അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അതാണ് സത്യം. ശരി, വളരെയധികം നന്ദി ശ്രീ പഴകുളം മധു ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇപ്പോൾ SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് കെ അനിൽകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, നോക്കൂ, ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പഴകുളം മധു ആണ് സംസാരിച്ച് പോയത്. പഴകുളം മധു പറയുന്നത് ഇതിലിപ്പോൾ CPM-ലെ ഉന്നതർക്കടക്കം പങ്കുണ്ടെന്നും അതുപോലെ തന്നെ മന്ത്രിമാരടക്കം, ദേവസ്വം മന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ പ്രതിപട്ടികയിലാകുമെന്നുമാണ്. അത്തരത്തിൽ ഉന്നതരിലേക്കൊക്കെ ഒരു അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ടോ? അല്ല, കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരാണോ പ്രതിപട്ടിക തീരുമാനിക്കുന്നത്? മന്ത്രിമാർക്ക് ശബരിമലയിൽ എന്താണ് ബന്ധം? ദേവസ്വം ബോർഡിനെ തെരഞ്ഞെടുക്കുന്ന വിളിച്ചാൽ ഏതെങ്കിലും മന്ത്രിക്ക് ശബരിമലയിൽ നേരിട്ട് ബന്ധപ്പെടാനാകുമോ? ബോർഡിന് നിർദ്ദേശം കൊടുക്കാനാകുമോ? അപ്പോൾ നമ്മുടെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 9.5 കൊല്ലമായി സുതാര്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ ആക്രമിക്കാൻ കിട്ടിയൊരു അവസരം, അത് ശബരിമലയാണെങ്കിൽ പോലും കൈവിടരുത്.
ശബരിമല പാവനമായൊരിടമാണ്, പവിത്രമായൊരിടമാണ്. അങ്ങനെ ഇടത്തെ കുറിച്ച് ഇങ്ങനെ വിവാദം ഉണ്ടാക്കരുതെന്നും മര്യാദയൊന്നും ഇവിടുത്തെ BJPക്കോ കോൺഗ്രസിനോ ഇല്ല. അവര് കെട്ടുകഥകൾ ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയില് കട്ട സ്വർണം അവിടെ ഒരു സ്വർണ്ണക്കടയിൽ കണ്ടെത്തി. അത് ഉദ്ഘാടനം ചെയ്ത തന്ത്രിയായിരുന്നു. ഈ പോറ്റി അവിടെ കൊണ്ട് സ്ഥാപിച്ചതും തന്ത്രിയായിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമാണ്. ഏതെങ്കിലും ഭരണ നേതൃത്വത്തിന്റെ തലയിൽ അതിന്റെ ഉത്തരവാദിത്വം വെച്ച് കെട്ടാൻ ആരും ശ്രമിച്ചാലും അത്ര എളുപ്പം സാധ്യമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതിപ്പോൾ ഈ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഈ വാസു അറസ്റ്റിലായിരുന്നു, അത് പിന്നാലെ ഇപ്പോൾ പത്മകുമാറിന്റെ നോട്ടീസ് നൽകിയതിന് പിന്നാലെ പത്മകുമാറും ഹാജരായിട്ടുണ്ട്. ഒരുപക്ഷെ പത്മകുമാറിന്റെ അറസ്റ്റ് കൂടെ രേഖപ്പെടുത്തിയേക്കാമെന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത്. ശ്രീ അനിൽകുമാർ, താങ്കൾ കേൾക്കാനാകുന്നുണ്ടോ? ശബരിമല ശ്രീ അനിൽകുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ SIT സംഘം ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ N വാസു അറസ്റ്റിലായതിന് പിന്നാലെ 2 തവണ പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി നോട്ടീസ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പത്മകുമാർ ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുള്ളത്. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. പത്മകുമാറിനെതിരെ വ്യാപകമായ വിമർശനങ്ങളും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മൊഴികളും ലഭിച്ചിട്ടുണ്ട്. പത്മകുമാറിനെതിരെയാണ് ഈ മൊഴികളൊക്കെ ലഭിച്ചിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ശബരിമലയിൽ അനാവശ്യമായി സ്വാതന്ത്ര്യം നൽകിയെന്നും പല കാര്യങ്ങളിലും കൈകടത്താനുള്ള അനുവാദം അത് പത്മകുമാർ അവിടെ പ്രസിഡന്റായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നൽകിയിട്ടുണ്ട് എന്നുമാണ് അവിടെ ഉണ്ടായിരുന്ന ദേവസ്വം അംഗങ്ങളും അതുപോലെ തന്നെ ശബരിമലയിലുള്ള അംഗങ്ങളും അടക്കം പറയുന്നത്. അങ്ങനെ വ്യാപകമായ മൊഴികൾ പത്മകുമാറിനെതിരെ വ്യാപകമായ മൊഴികൾ വന്നതിന് പിന്നാലെയാണ് ഈ അന്വേഷണ സംഘം പത്മകുമാറിന് നോട്ടീസ് നൽകുന്നതും പത്മകുമാർ ഇപ്പോൾ ഹാജരായിട്ടുള്ളതും. അങ്ങനെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പത്മകുമാറിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുമുണ്ട്. ഇപ്പോൾ റിട്ടയർഡ് SPI സക്കറിയ ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, അതായത് ഈ ഒരു അന്വേഷണം ഇത് ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു ആരോപണം ഉന്നയിച്ച ഒരു സമയം മുതൽ തന്നെ ഈ വിഷയത്തിൽ വ്യാപകമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. തീർച്ചയായിട്ടും കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇത് മൊത്തത്തിലൊരു പ്രശ്നം നമുക്കിതിൽ കാണാം. കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധി 2015 കൊച്ചിൻ ദേവസ്വമൊക്കെയായി ചേർന്നിട്ട് തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെ അനു ശിവരാമൻ മാഡത്തിന്റെ ഒരു വിധി ഉണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അമ്പലങ്ങളിലുള്ള കാര്യങ്ങളെപ്പറ്റി ഓർക്കണമെന്നും കാര്യങ്ങൾ താഴെത്തട്ടിൽ നിന്നാൽ മേലുള്ളവർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നും ഇതിന്റെ വെളിച്ചത്തില് പോലീസ് ആസ്ഥാനത്ത് നിന്നും ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പോലീസ് ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന്. 2010 സർക്കുലർ 42/2010, അതുപോലെ 2020 സർക്കുലർ 19/2020. ഈ 2 എണ്ണത്തിനകത്തും പോലീസിന്റെ ഓപ്പറേഷൻ ഇന്റലിജൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധ ചെലുത്തേണ്ടതും ക്രൈംബ്രാഞ്ച് ADGP ലോ ആൻഡ് ഓർഡറിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പൊ അമ്പലങ്ങളിലൊക്കെ നടത്തുന്ന ഈ പറയുന്ന തട്ടിപ്പും കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചിട്ട് ഈ വിലയേറിയ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വസ്തുവിനെല്ലാം ഒരു സ്പിരിച്വൽ വാല്യൂ ഉണ്ട്. അമ്പലങ്ങളിൽ വെച്ച് കഴിയുമ്പോൾ അതിന് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടി ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇതിന് വളരെ മൂല്യമാണ്. അതുപോലെ സ്പിരിച്വൽ വാല്യൂ ഉണ്ട്. ആന്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷർ ആക്ട് 1971 ഇതിനെല്ലാം ലൈസൻസ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ അമൂല്യമായ നിധിശേഖരം സത്യത്തിൽ ദേവസ്വത്തിന്റെ ആണെങ്കിൽ രാജ്യത്തിന്റെ സ്വത്താണ്. അത് കാത്തു സൂക്ഷിക്കാനായിട്ട് പോലീസിന് ഉത്തരവാദിത്വമുണ്ട്, ദേവസ്വം ബോർഡിനുണ്ട്, കോടതികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം ഈ പറയുന്ന കാര്യത്തിൽ ഏറ്റവും ബലഹീനർ എന്ന് പറയുന്നത് വിശ്വാസികളാണ്. വിശ്വാസികൾക്ക്
ഇതൊക്കെ അവർക്ക് സങ്കടം പറയാനേ പറ്റുള്ളൂ. പക്ഷെ ഇത് സംരക്ഷിക്കേണ്ടത് പിന്നെ പോലീസും ദേവസ്വം ബോർഡും ജുഡീഷ്യറിയുമാണ്. അവർ ജുഡീഷ്യസ് ആയിട്ടുള്ള തീരുമാനം ജുഡീഷ്യറി പിന്നെ തോട്ടത്തിൽ രാധാകൃഷ്ണൻ സാറിന്റെയും അതുപോലെ അനു ശിവരാമൻ മാഡത്തിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി എടുക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് നേരത്തെ മുതലേ ഇതിന് ഗൗരവം വന്നനേമായിരുന്നു. പിന്നെ ഇവിടെ പ്രോപ്പർ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പൊതുവെ എല്ലാവരും ഞാൻ ചർച്ചകൾ കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങൾ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള അമ്പലങ്ങളിലെ വസ്തുക്കൾ സംബന്ധിച്ച് ഒരു രജിസ്ട്രി നമ്മൾ പുതിയ നൂറ്റാണ്ടില് IT ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതെല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോ ഒരു അമ്പലത്തില് ഒരു അമൂല്യമായിട്ടുള്ള ഒരു വസ്തു ഒരു വിശ്വാസി സമർപ്പിച്ചാൽ അത് അപ്പോഴേ അക്കൗണ്ട് ചെയ്യണം. കാര്യം അത് പൊതുമുതലാണ്. അത് രേഖകൾ രജിസ്റ്ററിനകത്ത് ഏർപ്പെടുത്തണം. അത് ചെയ്യാത്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണം. അപ്പൊ അതിൽ ബന്ധപ്പെട്ടവർക്ക് എല്ലാ ഉത്തരവാദിത്വമുണ്ട്. ഒരാളിപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു SHO ചാർജ് എടുക്കുമ്പോൾ അവിടെയുള്ള ഗവൺമെന്റ് പ്രോപ്പർട്ടി രജിസ്റ്ററിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ നിമിഷം മുതലേ അദ്ദേഹം ഏറ്റെടുക്കുവാണ്. അപ്പൊ ദേവസ്വം ബോർഡിൽ ഒരു ബോർഡ് വന്നാൽ ചെയർമാനും അതുപോലെ മെമ്പേഴ്സും സെക്രട്ടറിയും കമ്മീഷനും ഒക്കെ വന്നാൽ അത് അവരുടെ ബൗണ്ടൻ ഡ്യൂട്ടിയാണ് അതെല്ലാം സേഫും സെക്യൂറും ആണെന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ബോധ്യം സ്വയം പെട്ടിട്ട് അത് ഏറ്റെടുക്കേണ്ടത്. ചിലപ്പോൾ അത് 1-2 ദിവസങ്ങളൊക്കെ എടുക്കും. ഇപ്പം ദേവസ്വത്തിലൊക്കെ ഉള്ള സ്വത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്ത് കരമനയിലെ ട്രാവൻകൂറിന്റെ ഈ അമൂല്യമായ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്. എന്നോട് ഒരു റിട്ടയർഡ് SP അദ്ദേഹം പിന്നെ പത്മനാഭസ്വാമി ടെമ്പിളിലുള്ളായിരുന്നു. അവിടുത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ആർക്കും അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം ഒരു നാദിനല്ല കളരി പോലെ ഉള്ള ഒരു സംവിധാനമാണ്. നമുക്ക് ദേവസ്വം ബോർഡുകളുണ്ട്, തിരുവിതാംകൂറുണ്ട്, കൊച്ചിയുണ്ട്, മലബാറുണ്ട്. ഇതിലെല്ലാം ഉന്നതരായ ആൾക്കാരെ കൊണ്ടുവരുത്തി അവർ നല്ല ശമ്പളം പറ്റുന്നുണ്ട്. ഇതിന്റെ മേളിൽ മന്ത്രിയുണ്ട്, ദേവസ്വം ഇത് നോക്കാനായിട്ട് IAS ഉദ്യോഗസ്ഥരുമുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? അവർക്ക് ജനങ്ങളോട് പിന്നെ ഉത്തരവാദിത്വമില്ലേ? ഒരു ഡെമോക്രസിയില് നമുക്ക് വേണ്ടുന്ന റെസ്പോൺസിബിൾ ഡെമോക്രസിയാണ്. ആരെന്ത് പൊതുമുതൽ കൊണ്ടുപോയാലും ദേ ഷുഡ് ബി ഹെൽഡ് റെസ്പോൺസിബിൾ. ജയിലിൽ കിടക്കണമെങ്കിൽ അവർ ജയിലിൽ കിടക്കണം. പിന്നെ അവരെ ട്രയൽ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് കിടക്കണമെങ്കിൽ അവർ കിടക്കണം. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ഒരു പൊതുമുതലും ആരും കൊണ്ടുപോകാൻ പാടില്ല. ഇപ്പോൾ എനിക്ക് കാണുന്ന ഒരു കാര്യം, ഈ നേരത്തെ ഈ പ്രോപ്പറായിട്ടുള്ള രജിസ്റ്ററൊക്കെ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവര് പറയും വിജയവല്യ വന്നപ്പോഴേ ഗോൾഡ് ക്ലാഡ് ചെയ്യാൻ വന്നപ്പോൾ പ്ലേറ്റ് ചെയ്യാൻ വന്നപ്പോൾ അയാൾ എടുത്തോണ്ട് പോയതാന്നൊക്കെ പറഞ്ഞ് ഇവരൊരു ക്ലൗഡ് ഓഫ് ഡൗട്ട് കോടതിയുടെ മുമ്പിൽ വിചാരണയിൽ ഉണ്ടാക്കും. അത് അന്വേഷണ ഉദ്യോഗസ്ഥ ടീമുകൾക്ക് വളരെ ഉത്തരവാദിത്വമാണ് ഇത് ഉറപ്പുവരുത്താൻ. അതുപോലെ അടുത്ത ഒരു കാര്യം, ഇവര് ഈ ക്ലാഡ് ചെയ്തത് പിന്നെ ബാംഗ്ലൂരിൽ പോയി ഒരു സ്വർണ്ണ വ്യാപാരി 2 പീസ് ഗോൾഡ് കൊടുത്തെന്നാണ്. അത് ഇൻകോട്ടാണ്, ഉരുക്കി കഴിഞ്ഞത് കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ആണെന്ന് പറയുമെങ്കിൽ ഇത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും? അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പൊ അയാൾ പറയും ഞാൻ അവിടുന്ന് കിട്ടി, ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് തന്നതാണ്, അതൊക്കെ അയാൾ പറയും. പക്ഷേ 2019 സംഭവം. ഇപ്പൊ 25 ആയി, 6 വർഷം കഴിഞ്ഞു. അയാൾ പറയും ഞാൻ കസ്റ്റംസുകാർ കള്ള മുതല് ഓപ്ഷൻ ചെയ്ത ഗോൾഡ് ഞാൻ എടുത്തതാണ്, അല്ലെ അവിടുന്ന് ഓപ്ഷൻ ചെയ്ത ഒരാളുടെ ഞാൻ വാങ്ങിച്ചാണെന്നൊക്കെ പറഞ്ഞ് അയാൾ കള്ള രേഖ ഉണ്ടാക്കും. ഇടയ്ക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗോൾഡ് ഈ പറയുന്ന വ്യാപാരികൾക്കൊക്കെ ഓർണമെന്റ്സ് ഉണ്ടാക്കാനായിട്ടൊക്കെ റിലീസ് ചെയ്യും. അപ്പൊ അവര് അങ്ങനെ ഒരു ഡിഫൻസ് എടുക്കും. ഡിഫൻസ് എടുത്താൽ ഈ SIT ഇടുന്ന പിന്നെ എല്ലാ അന്വേഷണവും വെറുതെ ആയി പോകും. അതുപോലെ തന്നെ ഏറ്റവും വലുത് വിജയമല്യ വന്നപ്പോൾ പലരും ആക്ഷേപം പറയുന്നുണ്ട്. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ചർച്ചയെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പിന്നെ താഴികക്കുടമോ ED ഉണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു. ഇതൊക്കെ രാജ്യത്തിന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ SIT പോലുള്ള ഒന്നും പറ്റില്ല എന്നും CBI പോലുള്ള ഇന്റർപോളുമായിട്ട് ചേർന്ന് ഈ അന്താരാഷ്ട്ര ലെവലിൽ അന്വേഷിക്കുന്നവർ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, വേറെ ഏതെങ്കിലും അമ്പലങ്ങളിൽ നിന്നും അമൂല്യമായ നിധി ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കണം. പിന്നെ ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം, നമ്മള് മോൻസം മാവുങ്കലിന്റെ അവിടെ ഒരു വ്യാജ ചെമ്പോല ഉണ്ടായിരുന്നു, അത് ചർച്ച ചെയ്യപ്പെട്ടു.
അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭ പറഞ്ഞു അത് വ്യാജ ചെമ്പോലയാണെന്ന്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വ്യാജമാണെന്ന് അത് പറഞ്ഞു കഴിഞ്ഞു. അതിനെപ്പറ്റി കേസിലോ ഒരിടത്തും ഒന്നും കാണാനില്ല. ആ ചെമ്പോല എന്തിനു കൊണ്ടുവന്നു, അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, ഇതൊന്നും നോക്കുന്നില്ല. അത് മാത്രമല്ല, രാഘവ വാര്യർ സാറ് അദ്ദേഹം പറഞ്ഞു ഈ വ്യാജം ഒറിജിനൽ ആണെന്ന് പറഞ്ഞു. ആർക്കിയോളജിക്കൽ സർവേ ആണ് ഇതിനകത്തെ സോൾ അതോറിറ്റി. അവര് പറഞ്ഞു ഇത് വ്യാജമാണെന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് കേരളശ്രീ അവാർഡ് ഈ രാഘവ വാര്യർ സാറിന് കൊടുത്തിരിക്കുന്നു. അപ്പൊ കള്ളം പറഞ്ഞുള്ള ആൾക്ക് നമ്മുടെ കേന്ദ്രത്തിലെ പത്മശ്രീ പോലെ കേരളശ്രീ അവാർഡ് കൊടുത്ത് എന്തിനാണ്? ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഒത്തിരി സംശയങ്ങൾ വരുന്നു. അതായത് സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്നുള്ള പ്രതീതിയാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മള് നാട്ടിൽ പറയുമല്ലോ, ആരൊക്കെ ഇതിനകത്ത് ആവശ്യമില്ലാത്ത ചെയ്തെങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, വളരെയധികം നന്ദി ശ്രീ സെക്രട്ടറി ജോർജ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ കൂടുതൽ പേരിലേക്കൊക്കെ എത്തുകയാണ്. എൻ വാസുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ പത്മകുമാറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടു. വൈകിട്ട് 4 മണിവരെയാണ് കൊല്ലം വിജിലൻസ് കോടതി വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം കേസിൽ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ 3-ാം പ്രതിയാണ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു. റിമാൻഡിലായ വാസുവിനായി കഴിഞ്ഞ ദിവസം SIT ഉദ്യോഗസ്ഥർ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. രാവിലെ 10 മണിയോടെയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി വൈകിട്ട് 4 മണിവരെ എൻ വാസുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ദ്വാരപാലക കേസിൽ പ്രതിയായ എൻ വാസുവിനെതിരെ നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയതറിഞ്ഞ് പ്രതിഷേധവും BJP പ്രവർത്തകർ രംഗത്തെത്തി. കോടതി നടപടിക്രമങ്ങൾ കഴിഞ്ഞ് വാസുവുമായി അന്വേഷണ സംഘം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കി. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ഏറ്റവും ഒടുവിലാണ് എൻ വാസു അറസ്റ്റിലായത്. 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ ഇടപെടൽ വ്യക്തമായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിരുന്നു. ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് കേസിൽ പങ്കുണ്ടെന്നും ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം ഇന്ന് കേൾക്കും. സി മലയാളം ന്യൂസ്, കൊല്ലം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.